ജോസുട്ടിക്ക് ഈ കച്ചവടം എങ്ങനെയാണ് നടന്നത്? അത് 10% അവന്റെ കമ്മീഷൻ കിട്ടിയാൽ മതി. അതാണ് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആരെടുത്താലും കുഴപ്പമില്ല. അത് അത്ര നല്ല കാര്യമല്ല, മോശമാണ്. കച്ചവടം തന്നെ. എന്റെ പാലവിടെ ഉമ്മ പറഞ്ഞൂടെ വെച്ചിട്ടുണ്ടെന്ന്. അനക്ക് കുടിക്കാന്ന പോലെ അത് അറിയാൻ്റെ അടുത്ത് കുടിച്ച് ഞാന് ചായ വിചാരിച്ചിട്ട് പാത്രം വായിക്കണതിന്റെ അറിയാൻ്റെ അടുത്ത് കുടിച്ച് വെണ്ണ കുറെ വേളം ഉണ്ടാക്കിയാണ്. അതെ ഉമ്മച്ചിയുടെ അടുത്ത് വേറെ പാല് കാച്ചി തരാൻ പറയും കേട്ടോ. നമ്മളിപ്പോ എന്താ അറിയോ, പട്ടിണിയാണെങ്കിൽ പട്ടിണി. ഏയ് പൈസ ഇല്ല. അതെ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഈ വേറൊരാൾ നമ്മളെ കള്ളാന്ന് വിളിക്കുന്നത് എന്താ വെച്ചാൽ മോശമാണ്. അത് വേണ്ട, അത്ര നല്ല ഉമ്മച്ചി പാല്. ഒരു കാര്യം കാണിച്ചു തരാം. ഒരു നല്ല കാര്യം. വാ വാ മാമനും കൂടെ വാ. ഒരു നല്ല കാര്യം ഉണ്ടെന്ന്. വാ വാ മാമ, ഒരു കാര്യമുണ്ട്. വാ പാട്ട് നിർത്താതെയോ? എന്തിനാണ് കളിച്ചോട്ടെ, എന്താ കുഴപ്പം? അനക്കറിയില്ല, എന്നോട് ഞാൻ പറഞ്ഞില്ലേ സംഗീതം എന്ന് പറഞ്ഞത് ഈ കുടുംബത്ത് വേണ്ട. അത് വെച്ചിട്ട് തുള്ളിച്ചാടാ അവിടെ ഇരിക്കണ തൂമ്പ എടുത്ത് തന്റെ തലയെ തല്ലി പൊട്ടിക്കും. ഇത് മര്യാദക്ക് നിർത്തിക്കാളും ചെയ്ത് ഈ ജാതി വേഷം കെട്ടൊന്നും ഈ കുടുംബത്ത് പറ്റിയ കുടുംബം നശിക്കും. സംഗീതാണത്. വേണ്ടാത്തവരെ പരിപാടിക്ക് നിൽക്ക. സംഗീതത്തിന് കുഴപ്പം? എന്താ കുഴപ്പമെന്നോ സംഗീതത്തിനോ? എടാ ചങ്ങായി, സംഗീതം മാതിരി മനുഷ്യരാശിക്ക് ഇത്ര നാശീകരണം ഉണ്ടാക്കിയിട്ടുള്ള എത്ര വൃത്തികെട്ട നാശിച്ച ഒരു സാധനം വേറല്ല. ആരെനിക്ക് അതറിയില്ലേ? അയ്യോ എടാ കേട്ടിരിക്കണോ? പങ്കുദാസിന്റെ ഗസലുണ്ടല്ലോ, അത് കേട്ടിട്ട് ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞിരിക്കണോ, അതങ്ങോട്ട് കേട്ടപ്പോ ഞാൻ അങ്ങോട്ട് നന്നായിട്ടോ. ഇത് കേട്ടിക്കണോ? ഞാൻ അത് പോട്ടെ, 10-70 വർഷമായി യേശുദാസ് പാടുന്നു. മൂപ്പര് പാടിയിട്ട് ഏതെങ്കിലും ഒരു കുടുംബം നന്നായത് ഈ കേട്ടേക്കണോ ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ചിട്ടാവും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തേക്കണം, നിങ്ങളുടെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ നന്നായതെന്ന് വെച്ച് കേട്ടേക്കണോ? എന്റെ കാര്യത്തിലൊരു ചെണ്ട അങ്ങോട്ട് കെട്ടി തൂക്കിട്ട് അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയതെന്ന് ആരെങ്കിലും പറഞ്ഞേക്കണോ? ഈ അത്ര വൃത്തികെട്ട സാധനാണ്. ആ പരിപാടിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, അത് ഞാൻ പറഞ്ഞല്ല, നമ്മളെ കൂട്ടത്തിൽ പെട്ട നല്ല ഒന്നാന്തരം ഒരു പ്രാസിംഗം പറഞ്ഞ് ഞാൻ കേട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. എന്ത് ഭ്രാന്ത്? ആരെങ്കിലും നല്ല അസല വിവരം അത്ര താടി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണ്. അതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് വിവരമില്ല. ഒന്നാമത്തെ കാര്യം പുസ്തകം ഒന്നും വായിക്കില്ല, അങ്ങനെ നടക്കൂ. പുസ്തകം വായിക്കില്ല? പുസ്തകം വായിച്ചിട്ട് അനക്ക് എന്താ കിട്ടിയായി? എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. വിവരമുണ്ട്. നിങ്ങൾ കേൾക്കണം, ചെറുപ്പത്തില് ഖുർആൻ പാരായണത്തിന് ഇക്കായിരുന്നു 1ാം സമ്മാനം. എന്തുകൊണ്ടാണ്? ഓരെന്താ പറഞ്ഞറിയോ? അക്ഷരസ്ഫുടത മാത്രല്ല, നല്ല താളവും നല്ല ശ്രുതിയും സംഗീതാത്മകമായിട്ട് ഖുർആൻ പാരായണം നടത്തിയതിനാണ്. അറിയോ നിങ്ങൾക്ക്? അറിയാമോ? അതിപ്പോ ഖുർആൻ പാരായണത്തിന് പിന്നെ അങ്ങനെ തന്നെയല്ലേ? അതങ്ങനെയാണല്ലോ. വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊക്കെ ബാങ്ക് വിളി കേട്ടിക്കണ നല്ല സംഗീതാത്മകമായിട്ട് മാത്രമേ അവിടെ ബാങ്ക് വിളിക്കുള്ളൂ. അങ്ങനെയുള്ളവരെ അവിടെ ഇരുത്തുള്ളൂ. അതറിയാം നിങ്ങൾക്ക്? എന്ത് ശരിയാണോ ചങ്ങായി പറഞ്ഞത്? വെറുതെ ആവശ്യമില്ലാത്തോ എനിക്കൊരു ഒന്നും അറിയില്ല, ഒരു ഉക്കും അറിയില്ല എനിക്ക്. ഇത് എന്തായാലും വേണ്ടില്ല, ഇജാതി പരിപാടി ഇവിടെ വേണ്ട രസിയ. അത് എനിക്ക് താല്പര്യമില്ല കാര്യം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ മര്യാദക്ക് ഇത് അതൊന്നും പറഞ്ഞ മാതിരിയല്ല. മര്യാദക്ക് പറയണ കൂട്ടായിട്ടോ. ഞാൻ വേഷം കെട്ട അങ്ങോട്ട് അളക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്തിനാണ് ഇതിന്റെ കൂടെ അതിനെ പറഞ്ഞ പിന്നെ പറഞ്ഞു കൂട്ടായിക്കോ, അതിപ്പോ നിർത്തിക്കോ. നീ അത് വേഷം
ഇവിടെ വേണ്ട അതിന്റെ അത് നിർത്തിക്കാണി അത് വേറെ വർത്താനില്ല വേണ്ട പറഞ്ഞ വേണ്ട എനിക്ക് കയ്യിന്ന് കിട്ടും എനിക്ക് ആ വേണ്ടോ ആ നിങ്ങളൊന്ന് പോവാൻ അവിടുന്ന് ഇങ്ങോട്ട് പോണേ എവിടേക്കാ പോണേ എവിടേക്കും പോണേ ഞാൻ ഇത് മര്യാദ കെട്ടിമുട്ടി വെക്ക അവിടെ പിന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എനിക്കറിയാലോ ബിസ്കിറ്റ് അച്ഛൻ പറയാൻ പറ്റില്ല എനിക്ക് ആ മതി ആ. മതി ആ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞില്ലേ? ഇതിന്റെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട ആ ഇതാ പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ പിന്നെ നിങ്ങൾ പറയണ്ടാന്ന് ആ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്ന പോലെ ഓൻ പോയോ ഓരും കൂടി കണ്ട എന്റെ തുള്ളാട്ടം വെജാനോരെ പണികൾ കാട്ടിവിട്ടുന്നത് ജവടിയിൽ പോയി കളിച്ചറാക്ക വെറുതെ വായം വിളിച്ചേക്കണേ ഇനി എന്താ കുന്തം മിഞ്ഞമാരി